കാട്ടാളൻ ഡയറക്റ്റഡ് ബൈ പോൾ ജോർജ്, സ്റ്റാറിങ് ആന്റണി വർഗീസ് പെപ്പെ, ജഗദീഷ് ഏട്ടൻ, തെലുങ്ക് നടൻ സുനിൽ, കബീർ ഗുഹൻ സിംഗ്. കുറെ കരിപുരണ്ട ജീവിതങ്ങൾ. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടായില്ല. കാട്ടാളൻ സിനിമ പ്രത്യേകിച്ച് ഒരു ഗുണമില്ലായിരുന്നു. ആകെപ്പാടെ ഉള്ള ഒരു പ്ലസ് എന്ന് പറയുന്നത് 2 മണിക്കൂറുള്ള പടം, കൃത്യം 2 മണിക്കൂർ. അതുകൊണ്ട് കുറെ കഷ്ടപ്പെടുത്തിയില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ നോക്കി, പൊങ്ങിയില്ല, ഒത്തില്ല. ആന്റണി വർഗീസ് പെപ്പെ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് നായകനുമായിട്ടൊന്ന് കണക്ട് ആവുക, അല്ലെങ്കിൽ ഇമോഷനായിട്ട് കണക്ട് ആവുക, എന്തെങ്കിലും ആ മനുഷ്യന് ഒരു പ്രശ്നം വരുന്നു, നമ്മൾ അടിക്കടാ, വെട്ടടാ, കൊല്ലടാ ഒക്കെ നമുക്ക് പറയാൻ തോന്നുന്നുണ്ടേ. ഇതൊന്നുമില്ല. രവി ബസൂർ KGF-ന്റെ ഒക്കെ പുള്ളിക്കാരനാണ് ഈ BGM ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതല്ലേ അവസ്ഥ. വലിയ ഗുണമൊന്നുമില്ല. പിന്നെ മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് ഓവർ, മേക്ക് ഓവർ എന്ന് പറയുന്നത് ജഗദീഷ് ഏട്ടൻ്റെ ഒരു സംഭവമാണ്. ആ കുറച്ചേരം കണ്ടോണ്ടിരിക്കാം, ജഗദീഷ് ഏട്ടൻ കുറച്ചേരം കണ്ടോണ്ടിരിക്കും. അതല്ലാതെ വേട്ടാവളിയൻ ഈസ് എ ഡിസപ്പോയിന്റിങ് ഫിലിം. ഒന്നുമില്ല. ആക്ഷൻ, മാസ്, ത്രില്ലർ ഒന്നുമില്ല. പിന്നെ ഈ പടത്തില് ഹിപ്സ്റ്റർ ഉണ്ട്, ഹനാൻഷ ഉണ്ട്. ഈ പടത്തില് അവർ തികച്ചും പടം, വെറും പടം, ഒരു പരിപാടിയില്ല, നത്തിങ്. എന്തിന് അവസാനം എൻഡ് ക്രെഡിറ്റ്സിൽ പെട്ടെന്ന് എണീറ്റ് പോകരുത്, 1-2 സർപ്രൈസിങ് സസ്പെൻസിങ് പരിപാടി ആൾക്കാർ വരുന്നുണ്ട്. എന്തിന് ഒരു കാര്യമില്ല. കാട്, ആന, ആനക്കൊമ്പ്, വീണ്ടും കാട്, കടല്, വേട്ടാവളിയൻ, കാട്ടാളൻ. അത്രേ ഉള്ളൂ. ഒന്നുമില്ല. ഡിസപ്പോയിന്റിങ്. സോറി.